ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് റാണയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് റാണ ഇപ്പോൾ എൻഐയുടെ കസ്റ്റഡിയിലാണ്, ഇന്ത്യയിലാണ്. റാണ പറഞ്ഞ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾക്ക് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവും ഞങ്ങൾക്ക് ഈ ആക്രമണത്തിലില്ല, ഞങ്ങൾ ആരെയും സഹായിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ആരുമായ ഒരു ബന്ധവും ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, പാകിസ്ഥാന് ഇതുമായി ബന്ധമുണ്ട്. പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ടാണ് റാണയും ഹെഡ്ലിയും ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് പരിശീലനം നേടിയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് പലരെയും 9-10 പേരെ റാണയും ഹെഡ്ലിയും ചേർന്ന് റിക്രൂട്ട് ചെയ്തത്. ആ 10 പേരുടെ കയ്യിൽ ചരടും നെറ്റിയിൽ കുങ്കുമവും ഇട്ട് അജ്മൽ കസബിന്റെ പോക്കറ്റിൽ സമീർ ചൗധരി എന്ന ഹിന്ദു നാമധാരിയുടെ പേരുമിട്ട് അയച്ചത് പാകിസ്ഥാന്റെ അറിവോടുകൂടിയാണ്. അതായത് പാകിസ്ഥാനിൽ ഹിന്ദുക്കളെ ആക്രമിക്കണം, ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ ആക്രമണം നടത്തിയത് എന്ന് വരുത്തി തീർക്കാൻ പാകിസ്ഥാൻ കണ്ടുപിടിച്ച ഐഡിയയാണ് ഇത് എന്നുള്ളത് റാണയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്ന കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഇന്ത്യ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും തീവ്രവാദത്തെ ഞങ്ങൾ വളർത്തില്ല എന്നുള്ളതാണ്, തീവ്രവാദികളെയും വളർത്തില്ല എന്നുള്ളതാണ്. ഒരു നുഴഞ്ഞുകയറ്റക്കാരെയും ഒരു നുഴഞ്ഞുകയറ്റ തീവ്രവാദികളെയും ഇന്ത്യയിലേക്ക് കടന്നു വരാൻ അനുവദിക്കില്ല. നമ്മുടെ സൈനികരെല്ലാം അതിർത്തികളിൽ കർശനമായ നിരീക്ഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. 2014 ശേഷം ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം കുറഞ്ഞിട്ടുണ്ട്. കശ്മീരിലായിരുന്നു ഏറ്റവും കൂടുതൽ ഭീകരർ നുഴഞ്ഞു കയറുന്നതും കശ്മീരിനെ അക്രമ സംസ്ഥാനമായി മാറ്റുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനൊക്കെ ശേഷം കശ്മീർ ശാന്തതയുടെ സമാധാനത്തിന്റെ താഴ്വരയായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ നരേന്ദ്രമോദി സർക്കാരിനെ പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. 70 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരിനെ പോലെ അല്ല 2014 ശേഷം വന്ന നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്, കൃത്യമായി പാകിസ്ഥാന് താക്കീത് നൽകുന്നുണ്ട്. നിങ്ങൾ വെല്ലുവിളി നടത്തിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മേൽ വെല്ലുവിളിച്ചോളൂ. അത് എന്തിനു വേണ്ടി? നിങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി ഉയർത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ രാജ്യം സാമ്പത്തികമായി വളരുന്നതിന് വേണ്ടി നിങ്ങൾ വെല്ലുവിളിച്ചുകൊള്ളൂ. അല്ലാതെ തീവ്രവാദത്തെ വളർത്തുന്നതിന് വേണ്ടി നിങ്ങൾ വെല്ലുവിളി നടത്തരുത് എന്നാണ് പാകിസ്ഥാനോട് എപ്പോഴും ഇന്ത്യ പറയുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ പറയുന്നത് തീവ്രവാദത്തെ ഒരു തരത്തിലും ഞങ്ങൾ വച്ചു പൊറപ്പിക്കില്ല. അപ്പൊ സൗദി ഉൾപ്പെടെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. സൗദിയിലൊക്കെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ, സൗദി രാജാവ് ഇന്ത്യയിൽ എത്തിയപ്പോഴും ഒക്കെ പറഞ്ഞത് തീവ്രവാദത്തെ ഒരിക്കലും ഞങ്ങൾ വച്ചുപുറപ്പിക്കില്ല, തീവ്രവാദികളെ എതിർക്കുന്ന രാജ്യത്തോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ പിച്ചച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണെങ്കിലും ലഷ്കർ ഇ തൊയ്ബയെയും അൽ ഖ്വയ്ദയും ഒക്കെ വളർത്താനായി, ISI ഒക്കെ വളർത്താനായി എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയാണെങ്കിലും പാകിസ്ഥാൻ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. അപ്പോ റാണയെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പാകിസ്ഥാനെ വെറുതെ വിടില്ല എന്ന് ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ആർമി ചീഫ് പറഞ്ഞത്, കശ്മീർ ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്ന ഒരു കാര്യമാണ്, കശ്മീരിനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നല്ല രണ്ടാണ്. അവിടുത്തെ ആചാരങ്ങൾ ഹിന്ദുക്കളുടെ ആചാരങ്ങളല്ല നമ്മുടേത്, ഹിന്ദുക്കളെ പോലെ അല്ല നമ്മൾ എന്ന് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദേശസ്നേഹം പഠിപ്പിക്കണം. അതായത് പാകിസ്ഥാൻ എന്താണെന്നും പാകിസ്ഥാൻ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തതെന്നും പാകിസ്ഥാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഒക്കെയുള്ള കാര്യം നിങ്ങൾ വരും തലമുറകളെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പാകിസ്ഥാനിൽ ഒരിക്കലും ഒരു ഭരണം, ഒരു സർക്കാർ സംവിധാനം കൃത്യമായി വർഷം തികഞ്ഞു പോകില്ല. കാരണം അവിടെ സൈനികർ അതിനെ അട്ടിമറിക്കപ്പെടും. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് തരുന്നത്. പാകിസ്ഥാൻ ആർമി ചീഫ് തന്നെ പറയുന്നുണ്ട്,
പാകിസ്ഥാനെ നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അപ്പം സ്വാഭാവികമായി പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണെന്ന് പറയാതെ പറയുകയാണ്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റ് സമുദായത്തിലുള്ളവരും ഒക്കെ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, വേദനകൾ, പീഡനങ്ങൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായുള്ള മുസ്ലിം ഭൂരിപക്ഷവും ഹിന്ദു ന്യൂനപക്ഷവുമായുള്ള രാജ്യങ്ങളിലെല്ലാം അവർ അനുഭവിക്കുന്ന വേദനകൾ, പീഡനങ്ങളൊക്കെ ബംഗ്ലാദേശിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിലൊക്കെ ഇന്ത്യ കടുപ്പിച്ചൊരു നിലപാടെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോ ഇന്ത്യ അമേരിക്കയോട് സഹായം ചോദിച്ചിരിക്കുകയാണ്. ഹെഡ്ലിയെ ചോദ്യം ചെയ്യാൻ അമേരിക്ക അനുവാദം നൽകണം. അമേരിക്കയിലെത്തി ഹെഡ്ലിയെ ചോദ്യം ചെയ്യണം എന്നാണ് പറയുന്നത്. NIA അമേരിക്കയിലെത്തി. കാരണം ഫോണിലൂടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് കൃത്യമായി മറുപടി ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് അമേരിക്കയിലെത്തി NIA ചോദ്യം ചെയ്യണം ഹെഡ്ലിയെ എന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അത് കോടതി വഴി ആ ആവശ്യം അമേരിക്ക അംഗീകരിച്ചാൽ ഹെഡ്ലിയെ NIA ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഹെഡ്ലി പറയുന്നത് റാണയാണ് ഇതിന്റെയൊക്കെ മുഖ്യ സൂത്രധാരൻ എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഹെഡ്ലിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ ആസൂത്രണം പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ കൂടി മുൻകൈ എടുത്തുകൊണ്ടാണ് തങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ മുൻകൈ എടുത്തത്, ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താൻ മുൻകൈ എടുത്തത്, ഇന്ത്യയിൽ വന്ന് ഇത്തരം ചിത്രങ്ങൾ എടുത്ത് എങ്ങനെ ആക്രമിക്കണം, ഈ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്തതടക്കം പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ ഒരുപക്ഷെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ അന്തിമമായ ഒരു തീരുമാനമെടുക്കും. 13 ലക്ഷം സൈനികരുണ്ടായിട്ട് നമ്മുടെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല എന്നാണ് പാകിസ്ഥാനിലെ മുൻ ചീഫ് പറഞ്ഞത്. 13 ലക്ഷം സൈനികരൊന്നും നമുക്കില്ല, 10 ലക്ഷത്തിലധികം സൈനികരേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഇന്ത്യ അങ്ങോട്ട് പോയിട്ടല്ല പാകിസ്ഥാനെ ആക്രമിച്ചത്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചപ്പോഴെല്ലാം തോറ്റു തുന്നം പാടി പോകുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യയെ തൊടാൻ ഒരിക്കലും പാകിസ്ഥാൻ കഴിയില്ല. 2014 ശേഷം, അതിന് മുൻപത്തെ കാര്യമല്ല പറയുന്നത്, 2014 ശേഷം നമ്മുടെ സൈനികർക്ക് കൃത്യമായ സുരക്ഷാ കവചങ്ങളുണ്ട്, നമുക്ക് ശക്തമായ ആയുധങ്ങളുണ്ട്, പാകിസ്ഥാനെ ചാമ്പലാക്കാവുന്ന രീതിയിലേക്ക് വരെ പോകുന്ന ആയുധങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഏറ്റവും വലിയ ശക്തിയാണ്. ഇന്ത്യ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വരെ വിൽക്കാൻ തയ്യാറായിരിക്കുന്നു. ആ തരത്തിലേക്ക് ഇന്ത്യ വളരുന്നു. ഇപ്പോ ചൈന വിയറ്റ്നാമിനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് കണ്ട് വിയറ്റ്നാം ഇന്ത്യയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇന്ത്യ ബ്രഹ്മോസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വിയറ്റ്നാമിന്. അതായത് ചൈനയെ ചാരമാക്കാനുള്ള ആയുധം പോലും ഇന്ത്യ നൽകാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇന്ത്യ വളർന്ന് വലുതായി കഴിഞ്ഞു ആയുധ ശേഖരണത്തിലും എല്ലാ വിഭാഗത്തിലും. ആ ഇന്ത്യയെ തകർക്കാൻ ഒരിക്കലും പാകിസ്ഥാന് കഴിയില്ല എന്ന് പാകിസ്ഥാന് നന്നായിട്ടറിയാം. ഇടയ്ക്ക് ബംഗ്ലാദേശിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യാപാര ബന്ധമൊക്കെ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായൊക്കെ ചെയ്തു. പക്ഷെ വ്യാപാര ബന്ധത്തിലൊന്നും നിലനിൽക്കാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കഴിയില്ല എന്ന് ബംഗ്ലാദേശിന് മനസ്സിലായി. പിന്നീട് ബംഗ്ലാദേശ് തന്നെ ഇന്ത്യയുടെ കാല് പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ നമുക്കറിയാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും പാകിസ്ഥാന് കഴിയില്ല. ഇനി കോൺഗ്രസ് സർക്കാരാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ സ്ഥിതിഗതികൾ മാറി വന്നേക്കാം, അറിയില്ല. പക്ഷേ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം പാകിസ്ഥാന് ഇന്ത്യയെ ഒന്ന് തൊടാൻ പോയിട്ട് ആഗ്രഹിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റാണയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കൃത്യമായ പങ്കുണ്ട് എന്ന് റാണ പറഞ്ഞിട്ടുണ്ട്. ആ പങ്ക് കൃത്യമായ തെളിവോടുകൂടി ഇന്ത്യക്ക് തെളിഞ്ഞു കിട്ടിയാൽ ഇന്ത്യ പാകിസ്ഥാനെ വെറുതെ വിടില്ല. കൃത്യമായ മറുപടി ഇന്ത്യ പാകിസ്ഥാന് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട.